നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ടാങ്കർ. സി ബി എ ഗ്രാഫ് of the equation y equal to 1 by 4 x raised to 3 by 2. ഒരു given equationന്റെ ഗ്രാഫ് ആണ് സി എന്ന് വിചാരിക്കാം. ആ കർവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Course taken by an oiler tanker after leaving port, which is taken to be located at the origin of a coordinate system. Find the distance traveled by the tanker when it reaches a point on the course that is located 4 miles to the east and 2 miles to the north of the port. അതായത് ഒരു ടാങ്കർ ഉണ്ട്, ഒരു ഓയിൽ ടാങ്കർ ഉണ്ട്. അതിന്റെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എവിടുന്ന അത് അതിന്റെ പോർട്ട്, അതായത് തുറമുഖത്ത് നിന്ന് അത് പോവാണ്, അവിടുന്ന് ലീവ് ചെയ്ത് പോവാണ്. സോ ആ സമയത്ത് അത് എവിടേക്കാ പോകുന്ന, ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിന് ട്രാവൽ ചെയ്ത്, അതായത് ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉദ്ദേശിക്കുന്നത് അവിടെ കുറെ അത് എവിടെയാണ് കിടക്കേണ്ടത്, ആ ഒരു സീൽ ഒരു പോർഷൻ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അവിടേക്ക് അത് ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് എത്തിയത്? 4 miles ഫ്രം ദി ഈസ്റ്റ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മറിച്ചിടണം. ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ട് ഈസ്റ്റിലോട്ട് 4 miles നമ്മൾ എടുക്കുന്ന പോർട്ട് എവിടെയാ, ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്യുക. ആ പോർട്ടിൽ നിന്ന് 4 miles എങ്ങനെ ട്രാവൽ ചെയ്തു? ഈസ്റ്റ്. നമ്മൾ ശരിക്കും ആക്ച്വൽ ഡിസ്റ്റൻസ് 4 miles ഈസ്റ്റ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലോട്ട്, ഓക്കെ, ഇവിടം വരെ. ദെൻ 2 ഡിസ്റ്റൻസ്, ഇവിടെ ഡിസ്റ്റൻസ് 2 ഒക്കെ എടുത്താൽ മതി, ജനറൽ യൂണിറ്റ് എടുത്താൽ മതി, 2 യൂണിറ്റ് എടുത്താൽ മതി. സോ 2 യൂണിറ്റ് നോർത്തിലോട്ട് വെച്ച് മുകളിലോട്ട് പോയി. ഇതാണ് നമ്മുടെ ശരിക്കും ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ഇതാണ് ആ കർവ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട കർവ് ഏതാ? ഈ കർവിന്റെ ലെങ്ത്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഓയിൽ ടാങ്കർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം നമുക്ക്. ഓക്കെ, അത് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും വേണ്ടത് എന്താ? ലെങ്ത് ഓഫ് ദ കർവ് അല്ലേ, ആർക്ക് ലെങ്ത് ഓഫ് ദ കർവ്. അപ്പൊ ഈ ഒരു ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്? 0 to നമുക്ക് അതിന് ഇന്റഗ്രൽ വേണ്ടേ? ഫോർമുല എന്താ? ദിസ് ഇസ് ദ ഇന്റഗ്രൽ definition for the arc length of a given function. So function ഇവിടെ ഉണ്ട്, y equal to something, ഈ ഫോർമുല ഉണ്ട്. സോ നമുക്ക് ഇതാണ് ഫോർമുല. എഫ് ആണെങ്കിൽ ഇതായിരിക്കും ഫോർമുല. ഫൈൻ, അതിന്റെ ഡെറിവേറ്റീവ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ dy by dx വേണം. സോ y ഇവിടെ ഗിവൺ ആണ്, a to b വേണം. a to b എന്താ? എക്സിന്റെ ലിമിറ്റാ. ഇവിടെ x എവിടെ തൊട്ട് എവിടെ വരെ വരുന്നുണ്ട്? 0 to 4 അല്ലെ മാക്സിമം വാല്യൂ. ഈ പോയിന്റ് ഏതാ? 4 to, ഞാൻ അതിനെ പി എന്ന് വിളിച്ചു. ഇത് ഒറിജിൻ 0 0. സോ ഈ 0 0 എന്ന് 4 2 എത്തിയ നമുക്ക് എന്ത് വേണം? ആ ഒരു ലെങ്ത്, ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണം. അതിന്റെ ഫോർമുല L equal to ഇന്റഗ്രൽ a to b. ഇപ്പൊ ഇന്റഗ്രൽ വേരീസ് ഫ്രം 0 to 4 റൂട്ട് ഓഫ് 1 പ്ലസ് dy by dx എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. സോ dy by dx d by dx ഓഫ് x raised to 3 by 2 by 4. സോ 1 by 4 കോൺസ്റ്റന്റ് അങ്ങനെ നിർത്തുന്നു. x raised to 3 by 2 ഇന്റഗ്രൽ x raised to n minus 4. So 3 by 2 x raised to 3 by 2 minus 1 is 1 by 2. So which is 3 by 8 x raised to 1 by 2. Clear? അപ്പോൾ dy by dx സർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ? റൂട്ട് ഓഫ് 1 പ്ലസ് dy by dx ഹോൾ സ്ക്വയർ എന്താവും? 3 by 8 x raised to 1 by 2 ഹോൾ സ്ക്വയർ. സോ ആൻസർ 1 plus 9 by 64 x. ഓക്കെ, ആ ഫോർമുല ഇവിടെ, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഇക്വേഷനിൽ, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് സംതിങ് നമുക്ക് ഫോർമുല എല്ലാം കണ്ടുപിടിക്കാൻ അറിയാലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ കോൺസ്റ്റന്റ് ടേംസ് എല്ലാം പുറത്തു വരും അല്ലെ. സോ ഏതിന്റെ ഇന്റഗ്രൽ വരും? റൂട്ട് ഓഫ് 1 പ്ലസ് 9 by 64 എക്സിന്റെ ഇന്റഗ്രൽ എങ്ങനെയാ വരിക? ഓക്കെ, ഇത് എക്സിന്റെ ഇന്റഗ്രൽ പോലെ. അപ്പൊ നമ്മൾ എക്സ് റേസ് ടു 3 by 2, ഇത് ഹോൾ റേസ് ടു 3 by 2 1 by 2 എന്ന് എഴുതിക്കൂടെ? സോ ഹോൾ റേസ് ടു 1 by 2 ഇന്റഗ്രൽ എന്താ? 1 പ്ലസ് 9 by 4 9 by 64 റേസ് ടു 9 by 4 64 x raised to 1 by 2 plus 1 3 by 2 by 3 by 2 അല്ലെ. x raised to n in integral x raised to n plus 1 by n plus 1 എന്ന് പറയുന്ന പോലെ ഇത്രയും ടേം in integral whole raised to 1 by 2 plus 1 by 1 by 2 plus 1. പിന്നെ എന്ത് വരും? ഇതിന്റെ ഇന്റഗ്രൽ, ഇതിന്റെ ഡെറിവേറ്റീവ് കൂടി ഡിവൈഡ് ചെയ്യുക. ഡെറിവേറ്റീവ് എന്താ വരിക? 1 ഇന്റഗ്രൽ 0. 9 by 64 x ഇന്റഗ്രൽ എന്താ? 9 by 64. സോ അത് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ 9 by 64 ഇവിടെ വരും. അപ്പൊ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 64 by 9 എന്നാവും. 64 by 9 ഈ 3 by 2 എന്താവും? ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 2 by 3 ആവും. സോ 64 by 9 2 by 3 ഇൻറ്റു ബാക്കിയുള്ളത് 1 plus 9 by 64 x raised to 3 by 2 ഫ്രം ദ ലിമിറ്റ് 0 to 4. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഫൈനൽ ആൻസർ കൊടുക്കുക. എക്സിന് പുട്ട് x ഈക്വൽ ടു 4. എക്സിന് 4 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദെൻ x ഈക്വൽ ടു 0. ഇത് കിട്ടിയ ഫൈനൽ ആൻസർ ഇസ് 122 by 27 അപ്രോക്സിമേറ്റ്ലി 4.52. ഓക്കെ, ഓയിൽ ടാങ്കർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്? ഇത്രയും ഡിസ്റ്റൻസ്, 3 miles ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ MI എന്നുള്ളത് മൈൽസ്, നമ്മുടെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ,
Next problem, find the length of the f of x equal to 1 by 3 x cube plus 1 by 4 x on the interval closed interval 1 3. Closed interval 1 3 ലെ ഈ ഒരു ഗ്രാഫ് ട്രാവൽ ചെയ്ത് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗിവൺ ഫംഗ്ഷന്റെ എഫ് ഡാഷ് ഉണ്ട്, എഫ് ഫോർമുല നിൽക്കണം. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് y ആണെങ്കിൽ dy by dx ആണ്, y f ആണെങ്കിൽ f ഡാഷ്, അത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എങ്ങനെ പിടിക്കും? ഈ എഫ് ഓഫ് എക്സ് ഉണ്ട്, എഫ് ഡാഷ് എക്സ് സാധാരണ ചെയ്യുന്ന പോലെ ഡെറിവേറ്റീവ് കാണാം. എങ്ങനെ കാണാം? 1 by 3 കോൺസ്റ്റന്റ്, എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു 4/4 ഡെറിവേറ്റീവ് ആണ്, വെരി സോറി, എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് 3x ഡെറിവേറ്റീവ് ആണ്, മാറിപ്പോയത് 3x² ആൻഡ് എക്സ് റൈസ് ടു -1 1/x ഇന്റഗ്രൽ -1/x². സോ x² -1/4x² ആയിരിക്കും അതിന്റെ ഡെറിവേറ്റീവ്. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത ശേഷം മാത്രം ഈ ഇന്റഗ്രലിനകത്ത് എഴുതുക, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ഒരുപാട് സ്റ്റെപ്പ് വരും. സോ ഇതെല്ലാം ഇന്റഗ്രേഷൻ സിംപ്ലിഫൈ ചെയ്ത് ഫൈനൽ ആൻസർ ശേഷം മാത്രം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എഫ് ഡാഷിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? 4x⁴ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ഇന്റഗ്രേഷൻ ഇങ്ങനെ സ്പ്ലിറ്റ്, രണ്ട് സമ്മിന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ x² by 1 + 1/4 x⁻². ഓക്കെ, x² ഇന്റഗ്രൽ x³ 3, x⁻² ഇന്റഗ്രൽ -1/x. സോ 1/4 -1/x, 1 from 1 to 3. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുക, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. എളുപ്പമാണ്, ഫോർമുലാസ് പഠിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷെ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ എഫ് ഡാഷും dy y ആണെങ്കിൽ dy by dx, നമുക്ക് ഡെറിവേറ്റീവ് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് എക്സാമ്പിൾ, നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണെങ്കിലോ ഇതേപോലെ ഒരു ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ത് ഫോർമുല ആയിരിക്കും? സം ഫംഗ്ഷൻ ഓഫ് y ഫോർമുല ആയിരിക്കും. നോക്കൂ, x ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് y. ഈ ഫോർമുല ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ? അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം, ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗ്രാഫ്. ഇതാണ് ഗ്രാഫ്. x ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് y 1/3 y³ + 1/4y. ഫ്രം പോയിന്റ്സ് 7/2 അതിൽ നിന്ന് 67/24 ടു 2. ഇത് രണ്ടും ജോയിൻ ചെയ്തപ്പോൾ ഇത് രണ്ടും ജോയിൻ, അതായത് എക്സിന്റെ വാല്യൂ 7/2, വൈയുടെ വാല്യൂ കറസ്പോണ്ടിങ് 1, എക്സിന്റെ വാല്യൂ 64/27, വൈയുടെ വാല്യൂ 2. അങ്ങനെയുള്ള പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം, പി ക്യൂ എന്ന് നെയിം ചെയ്യാം. എന്നിട്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാ ഈ ഒരു ഗ്രാഫിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ് കണ്ടുപിടിക്കാൻ. x ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് y ആ. അപ്പൊ നമുക്ക് ചെയ്യേണ്ടതും വിത്ത് റെസ്പെക്ട് ടു y-ലായിരിക്കും ഇന്റഗ്രേഷൻ ഫോർമുല. സോ dx/dy എന്താവും? dx/dy എങ്ങനെ കാണാം? 1+ നമ്മൾ ആ ഫോർമുല ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി 1+ ഇട്ടു എന്ന് മാത്രം, അല്ലെങ്കിൽ dx/dy കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. dx/dy എന്താ? ഇതിന് വിത്ത് റെസ്പെക്ട് ടു y-ല് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y³ ഡെറിവേറ്റീവ് 3y². അപ്പൊ 3y² ആകുമ്പോൾ 3 ക്യാൻസൽ ആയി, ബാക്കി 1/4y ഉണ്ട്. 1/y ഇന്റഗ്രൽ -1/y². സോ 1/4y² ഹോൾ സ്ക്വയർ അല്ലെ? അതൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തു. a - b ഹോൾ സ്ക്വയർ, a - b ഹോൾ സ്ക്വയർ എന്താ ഫോർമുല? a² - 2ab + b². അത് വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് ഫൈനൽ കിട്ടിയ ആൻസർ ആണ് ഇത്. ഓക്കെ, ഇത് വീണ്ടും എങ്ങനെ എഴുതാം? a + b ഹോൾ സ്ക്വയർ ആയിട്ട് മാറ്റി എഴുതാം. കിട്ടിയ ആൻസറിനെ a + b ഹോൾ സ്ക്വയർ ആയിട്ട് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് എഴുതി. നമുക്ക് കിട്ടിയ ആൻസർ എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. l ഈക്വൽ ടു 1 to 2. ഇന്റഗ്രൽ ലിമിറ്റ് എങ്ങനെയാ മാറുന്നത്? എക്സിന്റെ നോക്കൂ, ഇവിടെ നമ്മൾ അവിടെ എടുക്കുകയാണെങ്കിൽ എക്സിന്റെ ലിമിറ്റ് എടുക്കും. ഇത് വൈയുടെ ലിമിറ്റ്, വൈയുടെ ആകുമ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ വൈയുടെ ലിമിറ്റാ. വൈ വേരീസ് ഫ്രം 1 to 2. ഓക്കെ, അല്ലാണ്ട് 7/12 to 67/24 അല്ല, വേരീസ് ഫ്രം 1 to 2. അപ്പൊ 1 to 2 y² ഫംഗ്ഷൻ വാല്യൂ എഴുതി, റൂട്ട് ഓഫ് കിട്ടിയ വാല്യൂ dy. y² ഇന്റഗ്രൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വൈയുടെ ഇന്റഗ്രൽ ചെയ്യുക. ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആവും. ബാക്കി ഇന്റഗ്രേഷൻ ചെയ്ത് നോക്കാം. എളുപ്പമുള്ള ഇന്റഗ്രേഷൻ. y⁻n ഇന്റഗ്രേഷൻ y⁻n+1/n+, അല്ലെങ്കിൽ ഇന്റഗ്രൽ x⁻n is x⁻n+1/n+1. ഓക്കെ, ഇനി വരുന്ന ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു പോയിന്റ് പി ഓഫ് എ എഫ് ഓഫ് എ ആണെങ്കിൽ ബാക്കി അടുത്ത പോയിന്റ് ജനറൽ പോയിന്റ് ആയിട്ട് എക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിലോ ബി എഫ് ഓഫ് ബി ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം എ ടു ബി, അത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അങ്ങനെ എടുക്കും, എ ടു എക്സ് കിട്ടുന്ന എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, കറക്റ്റ് ഒരു വാല്യൂ ആയിരിക്കില്ല. ഇതുപോലെ ഒരു വാല്യൂ കിട്ടില്ല, കാരണം അവിടെ നമുക്ക് അപ്പർ ലിമിറ്റ് ഉണ്ട്, ലോവർ ലിമിറ്റ് ഉണ്ട്. അപ്പർ ലിമിറ്റ് കൊടുക്കാൻ അവിടെ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, എക്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. സോ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷനിലും ആൻസറിലും എന്ത് വരും? എക്സിന് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുക, നോട്ട് ആക്ച്വൽ വാല്യൂ. സോ ആർക്ക് ലെങ്ത് ഡെഫിനിഷൻ, എഫ് ഒരു സ്മൂത്ത് കർവ്. സ്മൂത്ത് എന്താ? ഡെറിവേറ്റീവ് എക്സിസ്റ്റന്റ് കണ്ടിന്യൂസ്, അതാണെങ്കിൽ എഫ് സ്മൂത്ത് ആവുക. സോ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ is given by s of x equal to integral a to x. x എന്നുള്ളത് a to b അല്ല, a to x
ബാക്കിയുള്ള വ്യത്യാസമൊന്നുമല്ല. റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് എടുത്തുകൊണ്ട് ഡി എക്സ് ഡി വൈ ഒന്നും എടുക്കാതെ വേറൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു ടി. ആ ടിക്ക് ഇവിടെ പ്രത്യേകത ഒരു ഡമ്മി വേരിയബിൾ ആണ് ടി. സോ എ ടു എക്സ് ഇന്റഗ്രേഷൻ ഒരു വേരിയബിൾ വേണമല്ലോ, അതിന് മാത്രം ടി എന്ന് എടുത്തു എന്ന് മാത്രം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വരുന്നത് ഇപ്പൊ പറഞ്ഞ അതേ കാര്യം തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈയിലാവുമ്പോഴും എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. സോ എസ് ഡാഷ് ഓഫ് എക്സ്, എസ് ഓഫ് എക്സ് ഇതാണ് ഇന്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എസ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് ബൈ കാൽക്കുലസ് ഓഫ് ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഡെറിവേറ്റീവും ഇന്റഗ്രേഷൻ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആവുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് ക്യാൻസൽ ആയിട്ട് ബാക്കി എന്ത് വരും? റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, ആ ഒരു ഈ ഡി എസ് അല്ലെങ്കിൽ എസ് ഡാഷ് ഓഫ് എക്സ് വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഓഫ് ആർക്ക് ലെങ്ത്. ഡിഫറൻഷ്യൽ റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയറിന്റെ വാല്യൂ മാത്രമാണ് ഡിഫറൻഷ്യൽ ഓഫ് ആർക്ക് ലെങ്ത്. അപ്പോൾ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ അല്ലാതെ ഡിഫറൻഷ്യൽ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഫോർമുല എങ്ങനെയാണ്? ഡി എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. ഓക്കെ, equal to dy square plus dx square. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ds ഹോൾ സ്ക്വയർ ഈക്വൽ ടു dy ഹോൾ സ്ക്വയർ പ്ലസ് dx സ്ക്വയർ. ഒരു എക്സാമ്പിൾ നോക്കാം. ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാനാണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിഫറൻഷ്യൽ, അതായത് ആർക്ക് ലെങ്ത് അല്ല, ഡിഫറൻഷ്യൽ ഓഫ് ദ ആർക്ക് ലെങ്ത്. സോ നമുക്ക് ഫംഗ്ഷൻ ഉണ്ട് 0.13 to 1.1 3.2 3.52 ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല. സോ ds എന്ന ഫോർമുല ഫോർ ഫൈൻഡിങ് ആർക്ക് ലെങ്ത്, ഡിഫറൻഷ്യൽ ഓഫ് ദ ആർക്ക് ലെങ്ത് ds ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ഈ ഫോർമുല ds ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് dy ബൈ dx ഹോൾ സ്ക്വയർ. dy ബൈ dx എന്താ 4x പ്ലസ് 1 അവിടെ തന്നിട്ടുണ്ടല്ലേ, dy y തന്നിട്ടുണ്ടോ? dy ബൈ dx ബുദ്ധിമുട്ടൊന്നുമില്ല. സോ അതിന്റെ ഡെറിവേറ്റീവ് കാണാം 4x പ്ലസ് 1 കിട്ടും. സോ റൂട്ട് ഓഫ് 1 പ്ലസ് 4x പ്ലസ് 1 ഹോൾ സ്ക്വയർ. letting x equal to 1 and dx equal to 0.1. അതായത് എന്താണ് ഇവിടെ ഡി എക്സ് എടുത്തത്? 1ൽ നിന്ന് 1.2 ആണ് ആവുന്നത്. 1ൽ നിന്ന് നമുക്ക് ഡി എക്സ് വേണ്ടേ? അതൊരു ഡി എക്സ് ഉണ്ട്. നോക്കൂ, ഡി എക്സിന്റെ ഫോർമുലയിൽ ഒരു ഡി എക്സ് ഒരു ടേം ഉണ്ട്, ഡിഫറൻഷ്യൽ ടേമിൽ ഡി എക്സ് എന്നൊരു ടേം ഉണ്ട്. ആ ഡി എക്സ് എന്താ? ആ എക്സ് ഉണ്ടാവുന്ന വേരിയേഷൻ അല്ലെ, എക്സിൽ ഉണ്ടാവുന്ന വേരിയേഷൻ. നമ്മളിവിടെ 1ൽ നിന്ന് എക്സ് എന്തായിട്ട് പറയുന്നത്? 1.1. അപ്പൊ ഡി എക്സ് എന്താ? 0.1. 1ൽ നിന്ന് 1.1ലേക്ക് മാറുന്നത്. സോ dx equal to 0.1. സോ ds ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ വിൽ ബി റൂട്ട് ഓഫ് 1 പ്ലസ് എക്സിന് എന്ത് കൊടുക്കുക? എക്സിന് 1 എന്ന് കൊടുക്കുക, dxന് 0.1 എന്ന് കൊടുക്കുക. എക്സിന് 1 കൊടുക്കാൻ കാരണം എന്താ? എക്സിന് നമ്മൾ സ്റ്റാർട്ടിംഗ് വാല്യൂ 1 അല്ലേ, സോ എക്സിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, dxന് 0.1 ആ ചേഞ്ച് ഉള്ള 0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്നിട്ട് 0.51 കിട്ടും. ദാറ്റ് ഈസ് ദ അപ്രോക്സിമേറ്റ് ഡിഫറൻഷ്യൽ. ഡിഫറൻഷ്യൽ ഒബ്റ്റെയിൻ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. സോ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് 1 പ്ലസ് dy ബൈ dx ഹോൾ സ്ക്വയർ dx ആണ് ഫോർമുല. ഓർ dx is the difference between the x values 0.1. okay, that's it. That is the definition for arc length function. അതേപോലെ differential of arc length. okay, thank you.